ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഓഫീസിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മെയിൽ കിട്ടി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ സീറ്റ് ചെയ്യില്ല. പക്ഷെ അന്നേരത്തേക്ക് അവൾ തിരിച്ചെത്തും. മറ്റൊരാള് അവളോട് ബെഗ് ചെയ്യാണ്, അയാൾ എന്തോ തെറ്റ് ചെയ്തു, അത് ഇന്നെ കണ്ടുപിടിച്ചു, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഈ ഒരു പ്രാവശ്യം എന്നെ വെറുതെ വിടണം, എൻ്റെ വൈഫ് ജോലി റിസൈൻ ചെയ്തതാണ്, എനിക്ക് 2 കുട്ടികളുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് അത് ആലോചിക്കണമായിരുന്നു എന്ന് പറയും. അയാളാണെങ്കിൽ ആദ്യം ഇനെ അടിക്കാനായിട്ട് പോകും, പക്ഷെ അവള് പേടിയില്ലാതെ അവിടെ തന്നെ നിൽക്കും. ഒരാളെ ഇതുപോലെ കോർണർ ചെയ്യുവാണെങ്കിൽ അയാൾ തിരിച്ചെന്താണ് ചെയ്യുക എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഭീഷണി മുഴക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ അവൾ അതൊന്നും കേട്ട് പേടിക്കുന്നില്ല. സീറ്റിൽ ചെന്നിരുന്നിട്ട് നോയെ വിളിക്കും, എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്താണെന്ന് ചോദിക്കും. എന്തായാലും ഇങ്ങനെ ഒരു മെയിൽ കിട്ടിയതാണ്, എന്താണ് സത്യാവസ്ഥ എന്ന് അറിയണം എന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചിട്ട് ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അപ്പോളജൈസ് ചെയ്യണമായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. ശരി, ഞാനും കുറച്ച് ഇൻസെൻസിറ്റീവ് ആയിരുന്നു, ഇയാൾ ഇത്രയും മിടുക്കനായ ഒരു എംപ്ലോയി ആണല്ലോ, അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെയൊക്കെ തോന്നും. ഇയാൾക്ക് ഞാൻ കുറച്ചും കൂടി കൂടുതൽ ജോലികൾ തരാം, അതാവുമ്പോൾ ഇയാൾക്ക് അങ്ങനെയൊന്നും തോന്നില്ല എന്ന് പറഞ്ഞിട്ട് പേപ്പറൊക്കെ ഷ്രെഡ് ചെയ്യാനായിട്ട് അവനെ ഏൽപ്പിക്കും. നേരത്തെ അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കൊളീഗ് ഇത് കണ്ടിട്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ടല്ലേ, ദേഷ്യം വരുവാണെങ്കിൽ പിന്നെ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുക എന്ന് പറയാൻ പോലും പറ്റത്തില്ല, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം എന്നൊക്കെ ഉപദേശിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും മെയിൽ കിട്ടിയ സ്ഥിതിക്ക് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടുന്ന് പുറത്ത് അടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കത്തില്ല. ഇനിയിപ്പോൾ അത് മാത്രമേ മാർഗമുള്ളൂ, ആ രീതിക്ക് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. വോയിസ് ഓവറിൽ കിജുൻ പറയുന്നത്, നമ്മൾ ഈ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രു ആരാണ് മിത്രം ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമല്ല. ഒരാളെ നമുക്ക് ശത്രുവായിട്ട് തോന്നി കഴിഞ്ഞിട്ട് പിന്നീട് ശരിക്കും അയാൾ നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അയാൾ നമ്മളുടെ ശത്രുവായിട്ട് മാറുക തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തായാലും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി, കൂടുതൽ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് കറക്റ്റ് സമയത്ത് തിരിച്ചടി കൊടുക്കാമെന്ന് അവൻ തീരുമാനിക്കും. വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ്സിന്റെ എല്ലാം മീറ്റിംഗ് വിളിക്കും. അവിടെ ചെല്ലുന്ന ഇങ്ങനെയുള്ള മീറ്റിംഗ്സ് നിന്ന് ഒഴിവാക്കണമെന്ന് ഇന്ന റിക്വസ്റ്റ് കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് ജയോട് ചോദിക്കുമ്പോൾ ഓഡിറ്റ് ടീം ഒരിക്കലും ഒരു ഇൻഡിപെൻഡന്റ് ടീം അല്ല, മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു ടീം മാത്രമാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിംഗ്സ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നതിൽ യാതൊരു കാര്യവും ഇല്ല എന്ന് അവൾ പറയുന്നുണ്ട്. അത് കേൾക്കുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്, പക്ഷെ എൻ്റെ കൺട്രോളിൽ തന്നെ കാര്യങ്ങൾ പോകുന്നതാണ് എനിക്കിഷ്ടം എന്ന് പകുതി കളിയായിട്ടും പകുതി കാര്യമായിട്ടും ജയോട് പറയും. ദയവേത് ഈ റിക്വസ്റ്റ് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അത് തിരിച്ചു കൊടുത്തിട്ട് എനിക്ക് കുറച്ചധികം ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോവും. അവളുടെ ധൈര്യം കാണുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരു അണീസിനെസ് ഒക്കെ തോന്നുന്നുണ്ട്. HR മാത്രമാണ് അതിനെതിരെ സംസാരിക്കുന്നത്. ഇനി HR എന്താണ് പറയാനുള്ളതെന്ന് അന്നേരം തന്നെ ജയോള് ചോദിക്കും. HR ഇനി ഇഷ്ടമല്ല എന്ന് അവനറിയാം. സാങ്കുളിനെ തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് രാവിലെ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിനെ അറിയാമായിരിക്കുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ടേ. അതെ, എനിക്കറിയാം, പക്ഷെ ഇവിടെ ഈ ഒരു മീറ്റിംഗിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പ് എന്നോട് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു എന്ന് അവൻ തിരിച്ചു പറയും. അന്നേരം HR ഫോണിലേക്ക് പ്രസിഡന്റിന്റെ കോള് വരും. അവന്റെ അവനാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ തെറ്റായ ആളെയാണ് വിളിച്ചതെന്ന് അച്ഛൻ മനഃപൂർവ്വം ചോദിക്കുന്നുണ്ടേ. അല്ല, ഞങ്ങളൊരു മീറ്റിംഗിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫോൺ വാങ്ങിയത്. HR കൺസേൺ ഉണ്ട്, പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരാളെ തിരിച്ച് ഇങ്ങോട്ടേക്ക് അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് പറയുമ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്റ്റോക്സ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി, നിനക്ക് കാര്യം മനസ്സിലാവും. അവൻ ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന്റെ അപ്പോയിന്റ്മെന്റ് അംഗീകരിച്ചുകൊണ്ട് സൈൻ ചെയ്യണം എന്ന് അച്ഛൻ അവനോട് പറയും. അവൻ നിസ്സഹായനായിട്ട് ഫോൺ വെക്കേണ്ടി വരും. കീജുവിന്റെ ടീം ലീഡറിന്റെ പേര് മൂക്ക് വാനിൽ എന്നാണ്. അയാൾ നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാവരോടും അങ്ങോട്ട് എന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് പലർക്കും ഇഷ്ടമല്ല. ആർക്കെങ്കിലും ഹെൽപ്പ് വേണം എന്നൊക്കെ കാണുകയാണെങ്കിൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ പോലും അയാൾ പോയി സഹായിക്കാറുണ്ട്. എക്സിക്യൂട്ടീവ് മൂവും അവിടുത്തെ കുക്കും നല്ല ഫ്രണ്ട്സ് ആണ്. അന്ന് അയാൾ ലഞ്ച് കഴിച്ചിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവര് ഒരു ലഞ്ച് ബോക്സ് അയാളെ ഏൽപ്പിക്കും, വൈഫിന് കൊണ്ട് കൊടുക്കണം. എക്സിക്യൂട്ടീവ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത മീലിന്റെ ബാക്കിയാണ്, അത് കുറച്ച് അധികമായിപ്പോയി. വീട്ടിലെ ട്വിൻസിനെ ഒക്കെ നോക്കി ഇരിക്കുകയല്ലേ വൈഫ്, അധികം കുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് കുറച്ച് പൈസയും കൊടുക്കും കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അയാൾ ഫുഡ് വാങ്ങിക്കുമെങ്കിലും പൈസ വാങ്ങിക്കത്തില്ല. അവരാണെങ്കിൽ അത് വീണ്ടും വീണ്ടും കൊടുക്കാനായിട്ട് ശ്രമിക്കും. അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. അന്ന് നല്ലൊരു എമൗണ്ട് കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് തിരിച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഈ പൈസ കൊടുക്കുന്നത്. അയാൾ പക്ഷെ അത് വാങ്ങിക്കത്തില്ല. ഇവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും കവറിൽ എന്തോ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതും എല്ലാം വേറൊരു എംപ്ലോയി കാണും. അയാള് ഫോട്ടോ എടുക്കും. അന്ന് വീട്ടിൽ പോകാൻ ഇറങ്ങുമ്പോൾ കീജൂൺ അവളെ ഫോളോ ചെയ്തു പോകും.
അവളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തോ വാങ്ങി പോയിട്ട് അതിന്റെ ബില്ല് അവിടെ വേസ്റ്റ് ബിന്നിൽ കളഞ്ഞിട്ട് പോകുന്ന കാണും. അവൻ പോയി വേസ്റ്റ് ബിന്നിൽ നിന്ന് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കും. ഒരു ക്യാൻ ബിയറും സ്നാക്സും മാത്രമാണ് അവൾ വാങ്ങിച്ചേക്കുന്നത്. അവൻ വേസ്റ്റിലൊക്കെ കഴിയുന്ന കാണുമ്പോഴത്തേക്കിനും അവിടുത്തെ പെൺകുട്ടി ഇയാൾ സ്റ്റോക്കർ ആണോ എന്ന് ചോദിക്കും. ആ കുട്ടിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് ഇതിനെപ്പറ്റി അവൻ അന്വേഷിക്കും. എന്നും അവൾ വന്നിട്ട് സ്നാക്സും ബിയറും മാത്രമാണ് വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന് അവന് മനസ്സിലാവും. എന്തെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഇവിടെ വരുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് പോയിട്ട് വേറെ ആരെയും കൂടെ കൂട്ടി വന്ന് ഞാൻ കണ്ടിട്ടില്ല, എപ്പോഴും ഒറ്റയ്ക്കാണ് വന്നിട്ട് പോകാറെന്ന് ആ പെൺകുട്ടി പറയും. എല്ലാ കസ്റ്റമേഴ്സിനും ഇതുപോലെ നല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇനെ കാണാൻ നല്ല ഭംഗി ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഓർമ്മയെന്നും ആ പെൺകുട്ടി പറയും. അത് കേൾക്കുമ്പോൾ അവൻ കളിയാക്കി ചിരിക്കും, ഇനെ കാണാൻ ഭംഗിയാണോ എന്ന് ചോദിച്ചിട്ട്. ടീം ലീഡർ മോവിന്റെയും ആ ലേഡിയുടെയും കൂടെ ഫോട്ടോ ആരോ കമ്പനി സൈറ്റിൽ പോസ്റ്റ് ചെയ്യും. ആളുകളെല്ലാം അതിനെപ്പറ്റിയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെപ്പറ്റി ചോദിക്കാനായിട്ട് അയാളെ വിളിക്കും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഒന്നുമില്ല, തെറ്റായ ആംഗിളിൽ നിന്ന് എടുത്തത് കൊണ്ട് അങ്ങനെ മോശമായിട്ട് തോന്നുന്നതാണെന്ന് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യും, അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ ഇയാളിങ്ങനെ തന്നെ പറഞ്ഞാൽ മതി നമ്മൾ പറയും. എന്നിട്ട് വേറൊരു ടീമിലെ ആളിനെയാണ് ഏൽപ്പിക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ കേസസ് ഒക്കെ കീജൂണാണ് അന്വേഷിക്കാറ്, പക്ഷെ ഒരേ ടീംമേറ്റ്സ് ആയതുകൊണ്ടാണ് അവൾ വേറെ ആളെ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് അയാൾ അതുവരെ ചെയ്തിരുന്ന ഡ്യൂട്ടീസ് മുഴുവൻ ഹാൻഡ് ഓവർ ചെയ്യാനും പറയും. ഡ്യൂട്ടീസ് എല്ലാം റീഅസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അവളെല്ലാം റൂൾ അനുസരിച്ചാണ് പോകാൻ പോകുന്നത്, അവളുടെ കൂടെയുള്ള ആളാണെന്നൊന്നും നോക്കുന്നില്ല എന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലാവും. ഇനയുടെ പേഴ്സണൽ റെക്കോർഡൊക്കെ എടുത്ത് നോക്കിയിട്ട് അവൾ ഇതുവരെ ലീവിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, കമ്പനി ബെനിഫിറ്റ്സ് ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല എന്നെല്ലാം കീജൂൺ മനസ്സിലാക്കും. എന്നിട്ട് അന്നും അവളെ ഫോളോ ചെയ്ത് പോകും. ടീം ലീഡർ മൂവിനെ ട്രീറ്റ് ചെയ്ത രീതി കാണുമ്പോഴത്തേക്കും ഒരു കാരണവശാലും അവളെ ഇമ്മോറൽ ആയിട്ടൊന്നും ചെയ്യത്തില്ല എന്ന് അവൻ ഉറപ്പിക്കും. എന്നാൽ അന്ന് ഇന വീട്ടിലേക്കല്ല പോകുന്നത്. ചെല്ലുന്നുണ്ടെ അവളൊരു ഡ്രോയിങ് ക്ലാസ്സിലേക്കാണ് കയറിപ്പോയത്, ഒരു ആർട്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് പോയതെന്ന് അവൻ മനസ്സിലാക്കും. പിറ്റേ ദിവസം എല്ലാവരും ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ കിടന്നുറങ്ങുന്ന ടീം ലീഡർ മൂവിനെയാണ് കാണുന്നത്. ആ ബഹളം എല്ലാം കേട്ടോണ്ടാണ് ഇന വരുന്നത്. വൈഫിനോട് വഴക്കുണ്ടാക്കിയത് കൊണ്ട് ഇവിടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയില്ല, അറിയാതെ ഉറങ്ങിപ്പോയതാണെന്ന് അയാൾ പറയും. എന്നാൽ ഇന അത് വിശ്വസിക്കത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ ഓൺഗോയിങ് ആണ്, അത് തീരുന്നത് വരെ ഓഫീസിലേക്ക് ആക്സസ് ഇല്ല എന്ന് ഒരു ഓഡിറ്റ് ടീം മെമ്പർ ആയിരുന്ന നിങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത്, ഐഡിയ ഒക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകാനായിട്ട് പറയും. അവള് കണിച്ചോരയില്ലാതെയാണ് പെരുമാറുന്നതെന്ന് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിലും നമ്മളുടെ ബേസിക് റൂൾ അതാണ്, അത് ഫോളോ ചെയ്യുക തന്നെ വേണമെന്ന് അവള് പറയും. അന്നേരം ആ ലേഡിയുടെ മൂത്ത മോനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരും. നിങ്ങൾ കാരണം എൻ്റെ അമ്മയ്ക്ക് ജോലി പോയി, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, അന്ന് ഗ്രാൻഡ് ഫാദറിന്റെ ഫ്യൂണലിന് വന്നിട്ട് അത്രയും പൈസയൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് സംസാരിച്ച് മോന് അടിയൊക്കെ കൊടുത്തിട്ടാണ് അവൻ പോകാനായിട്ട് തുടങ്ങുന്നത്. ടീംമേറ്റ്സ് ഒക്കെ ചേർന്നിട്ടാണ് ആ പയ്യനെ പിടിച്ചു മാറ്റുന്നത്. നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ മൊബൈലിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. സ്ട്രെസ് കാരണം അയാൾക്ക് ബോധം പോകും. ടീം മെമ്പേഴ്സ് എല്ലാം കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അവരോടൊന്നും സംസാരിക്കാൻ അയാൾ കൂട്ടാക്കുന്നില്ല. അയാള് നാച്ചുറലി ആള് കൈൻഡ് ആണ്, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ആളാണെന്നൊക്കെ ഇവർക്കെല്ലാം അറിയാം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്, നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി വാങ്ങിയ അയാളെ ക്വസ്റ്റ്യൻ ചെയ്ത ഓ ടീം മെമ്പർ അങ്ങോട്ടേക്ക് വരും. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞു, അവർ തമ്മിൽ അഫയർ അല്ലാന്ന് കണ്ടുപിടിച്ചു, പക്ഷേ മൂവിനെ ടീം മാറ്റുമെന്ന് അയാൾ പറയും. അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് ഇവർ തിരിച്ചു ചോദിക്കുന്നുണ്ടേ. കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചു, എല്ലാവരും അറിഞ്ഞു, അതുകൊണ്ടാണ് ടീം മാറ്റണം എന്ന് പറഞ്ഞത്, പിന്നെ ഇത് എന്റെ ഡിസിഷൻ ഒന്നുമല്ല, ഇനെയാണ് ഇത് പറഞ്ഞതെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യവും. ഒരു കാരണവശാലും അത് സമ്മതിക്കേണ്ട, നമുക്ക് ഒന്നിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യണം, എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയിട്ട് ഇനെ കണ്ട് സംസാരിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഇനെ ചെന്ന് കണ്ട് പണിഷ്മെന്റ് പിൻവലിക്കണം എന്ന് പറയും. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പോൾ ഗ്രൂപ്പ് മാറ്റുന്നുടനെ എന്തോ തെറ്റ് ചെയ്തതുകൊണ്ടാണെന്ന് ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കും. അതിന്റെ ആവശ്യം എന്താണ്? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇന ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ടേ. അയാള് ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പിലല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് പുറത്തേക്ക് കൊണ്ടുപോയി, അത് തെറ്റ് തന്നെയാണ്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് നമുക്ക് കംപ്ലയിൻസ് ഒക്കെ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ റിപ്പോർട്ടിൽ എഴുതി വെക്കാറുണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കെതിരെ പരാതി വന്നപ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല എന്ന് ഇനെ പറയുമ്പോൾ, ഇപ്പോൾ ടീം ലീഡർ മോയിനെ ശിക്ഷിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഈ കമ്പനിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്ന് ജൂനിയർ ആയിട്ടുള്ള പയ്യൻ പറയും. നിങ്ങൾ എന്തിനാണ് കമ്പനിയിൽ വിശ്വസിക്കുന്നത്? ഇത് ആരാധനാലയമൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിക്ക് കമ്പനി സാലറി തരുന്നുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇനെ പോകുന്നത്. അത് അവർക്കൊക്കെ ദേഷ്യവും. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കും. ഉച്ച കഴിഞ്ഞ് അവരെല്ലാം കൂടി ഒന്നിച്ച് ലീവ് എടുത്ത് പോകും. ഇവരെല്ലാം സീറ്റിലില്ലെന്ന് ഇന തിരിച്ചു വരുന്നുണ്ടെ കാണും.
അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണെന്ന് ഡിപ്പാർട്ട്മെന്റിലെ ഒരാൾ അവളെ അറിയിക്കും. പക്ഷെ അവളൊരു ഭാവവ്യത്യാസം ഇല്ലാതെ സീറ്റിലേക്ക് പോയി എന്ന് അയാൾ കീജൂണിനെ വിളിച്ചറിയിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ലീവ് എടുക്കാമെന്ന് അവർ തീരുമാനിക്കുന്നതാണ്. ഇനി ഒരു പക്ഷേ നമ്മളെ ലീവ് സാങ്ഷൻ ചെയ്തില്ലെങ്കിൽ അത് അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആവും. അപ്പം നമ്മളെ ശിക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള പെൺകുട്ടി ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആരെങ്കിലും ഒരാൾ മേളിൽ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു അവരെല്ലാം കൂടി കീജൂണിനെയാണ് പറഞ്ഞു വിടുന്നത്. VP മീറ്റിംഗ് വിളിക്കും. MD ആയിട്ട് സ്റ്റെപ്പ് ബ്രദർ വന്ന് ജോയിൻ ചെയ്യാൻ പോവുകയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ മനസ്സോടെയാണ് പറയുന്നത്. അപ്പോഴും അവിടെ നിന്നുകൊണ്ട് ഇന നോക്കുന്നത് മോനെ കുറിച്ചുള്ള ആ ന്യൂസിന്റെ താഴെ വന്ന കമന്റ്സ് ആണ്. ഇപ്പോഴും എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങുന്ന HR അടുത്ത് ചോദിക്കും, എന്തുകൊണ്ടാണ് ആ കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യാത്തത്? ഓൾറെഡി ഞാൻ ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ടതല്ലേ, എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കും. ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു എന്നാണ് HR അപ്പം മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എനിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാം. VPക്കെതിരെയും MDക്കെതിരെയും ഒരുപാട് കമന്റ്സ് ഒക്കെ ബുള്ളറ്റിൻ ബോർഡിൽ വരുന്നുണ്ട്. അവരെ പറ്റി, അവരുടെ ഫാമിലിയെ പറ്റിയൊക്കെ റൂമേഴ്സ് ആളുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും HR ദേഷ്യം വരും. പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഈ ഒരു റൂമർ വന്നതുകൊണ്ട് മറ്റേ ന്യൂസിന്റെ പുറകെ അധികം പോകേണ്ടി വന്നിട്ടില്ല. ആൾക്കാരുടെ ഒക്കെ ശ്രദ്ധ ഇപ്പോൾ ഇതിലേക്കാണ്. നമ്മൾ ഒരു റൂമറും മറ്റൊരു റൂമർ കൊണ്ടാണല്ലോ ഹൈഡ് ചെയ്യാറുള്ളതെന്ന് ചോദിക്കും. അത് തന്നെ ഈന തിരിച്ച് അവരോടും ചോദിക്കും. അർത്ഥം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഒരു റൂമർ നമ്മൾ മറ്റൊരു റൂമർ വെച്ചാണ് ഹൈഡ് ചെയ്യുന്നത്, അത് നിങ്ങൾക്കും അറിയാമല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടോണ്ടാണ് കീജൂൺ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ നോക്കുമ്പോൾ ഈന HR മുടിക്ക് കയറി പിടിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അവർ രണ്ടും കൂടി അടിയാവും. അവിടെ എല്ലാം ആളെ ഓടിക്കൂടും. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കും. ഈ വീഡിയോ കമ്പനി മുഴുവൻ സ്പ്രെഡ് ആവും. ഈന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു, എല്ലാം ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് കീജൂണിന് മനസ്സിലാവും. ഈ ചെയ്തതെല്ലാം അവളുടെ പ്ലാൻ അനുസരിച്ചായിരുന്നു എന്ന് അവൻ സംശയിക്കും. നോക്കുന്നുണ്ടേ രാവിലെ ഇനടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്ത ആ ഓഫീഷ്യല് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നതാണ്. ഇനയും ഇറങ്ങി വരുന്നുണ്ട്. അയാളെ ദേഷ്യത്തിൽ അവളുടെ അടുത്ത് സംസാരിക്കും. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കേൾക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്, നാളെ ഓഫീസ് ടൈമിൽ വരാനായിട്ട് അവൾ പറയും. അയാൾ ദേഷ്യത്തിൽ കതവ് അടയ്ക്കുമ്പോൾ അവളുടെ കൈ ഡോറിനിടയ്ക്കായി പോകും. കൂടുതൽ പ്രശ്നമാകുന്നതിന് മുമ്പ് കീജൂൺ ഇത് കണ്ടിട്ട് ഓടി ചെന്നിട്ട് അവളെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. കീജൂൺ അവളെയും കൂട്ടി മെഡിക്കൽ സ്റ്റോറിൽ പോയി മുറിഞ്ഞ വിരലൊക്കെ കെട്ടിവെച്ച് കൊടുക്കും. നാളെ എന്തായാലും ഒരു ഡോക്ടറിനെ കാണണമെന്നും പറയും. ഇത് തീരെ ചെറിയൊരു സംഭവമാണ്, ഇത് വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഇതിലും വലുതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കമ്പ്യൂട്ടർ ഒരാൾ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഫ് ക്ലബ്ബ് കൊണ്ട് എൻ്റെ തലയിൽ അടിച്ചിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂ എൻ്റെ സീറ്റിൽ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്യാങ് ആണെങ്കിൽ എന്നെ കത്തി വെച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ അവള് വളരെ കാഷ്വൽ ആയിട്ടാണ് അവൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവൻ ഇതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. ആളുകള് നിങ്ങളെ വെറുക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ? കൂടുതൽ ആളുകൾ നിങ്ങളെ വെറുക്കണം എന്നുള്ള രീതിക്കാണ് നിങ്ങൾ പലതും ചെയ്യുന്നത്. നിങ്ങൾ എത്ര സിൻസിയർ ആയിട്ട് ചെയ്താലും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സങ്കടമില്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലോൺലി ആകത്തില്ലേ എന്ന് അവൻ ചോദിക്കും. ഒന്നുകിൽ ഞാനൊരു സെയിന്റ് ആവണം, അതല്ലെങ്കിൽ ഒരു വില്ലൻ ആവണം. ഇതിന്റെ നടുക്കൂടെ പോകുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്ക് വർക്ക്ഔട്ട് ആകാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെന്ന് ഇന പറയും. നിങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിക്കാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. അത് പക്ഷേ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അത് തിരുത്തണമെന്നും തോന്നാറില്ലേ? നിങ്ങൾ അത് തിരുത്താനായിട്ട് ഒന്നും ചെയ്ത് ഞാൻ കാണാറില്ല. അങ്ങനെ ജീവിക്കുന്നത് നല്ല ഡിഫിക്കൽട്ട് ആണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് അവൻ പറയും. അവളെ വളരെ കൃത്യമായിട്ട് അവൻ ഒബ്സർവ് ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇനയും തിരിച്ചറിയും. എനിക്കത് ടച്ചിങ് ആയിട്ട് തോന്നുമെങ്കിലും അങ്ങനെ പുറത്ത് കാണിക്കത്തില്ല. അപ്പൊ ഇയാൾ എന്നെ തെറ്റിദ്ധരിച്ചു, ഞാനൊരു സൈക്കോപാത്ത് ആണെന്ന് വിചാരിച്ചു എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ആളുകൾക്ക് നിങ്ങളെ പേടിയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു തന്ന നൂഡിൽസ് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവന് വാങ്ങിക്കൊടുത്ത നൂഡിൽസ് അവൾ തിരിച്ചു വാങ്ങിച്ച് അവൾ തന്നെ അവിടെ നിന്ന് കഴിക്കും. ജയോളെ ഡിന്നർ സ്കിപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് ഡിന്നർ കൊണ്ടുവന്ന് കൊടുക്കും പാർക്ക്. അതവിടെ വെച്ചിട്ട് പൊക്കോളാനാണ് അവൻ പറയുന്നത്. അപ്പോൾ അവളൊരു കീയും ഏൽപ്പിക്കും. ഇത് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന്റെ കീ ആണ്, ഞാൻ അവിടുന്ന് പോരുമ്പോൾ ഒരു കുപ്പി വൈൻ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും. കുഴപ്പമില്ല, ഇയാളുടെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ സോൾവ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ടേ. ഇല്ല, പിന്നെ എന്തിനാണ് പെട്ടെന്ന് മാറിയതെന്ന് ചോദിക്കും. ഞാൻ വേറൊരിടത്തേക്ക് താമസം മാറി, എനിക്ക് അവിടെ ഇനിയിപ്പോൾ താമസിക്കാനായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ടാണെന്ന് പറയും. ഇനി എവിടെയാണെന്ന് പറയാൻ പറയുമ്പോൾ അത് ഞാൻ പറയത്തില്ല, എന്നെക്കുറിച്ച് അത്രയെങ്കിലും ആലോചിച്ച് കൺസേൺ ആകുന്നുണ്ടെന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ടീം ലീഡർ ഒരു റിട്ടേൺ അപ്പോളജി ഒക്കെ എഴുതി കൊടുത്തിട്ട് തിരിച്ച് ജോലിയിൽ കയറും.
ഇന അയാളെ അപ്രിഷിയേറ്റ് ചെയ്ത് സംസാരിക്കും. നിങ്ങൾ ഇത്രയും വർഷമായിട്ട് എത്രയോ സബ്സിഡറി കമ്പനീസിൽ ജോലി ചെയ്തിട്ട് എത്രയോ ടീം ലീഡർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. ഇത്രയും ആളുകളുമായിട്ടുള്ള റിലേഷന് നിങ്ങൾക്ക് നല്ലൊരു രീതിക്ക് ഉപയോഗിച്ചുകൂടെ? അവരെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണം. നമ്മളൊരു ഓഡിറ്റ് ടീമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഫാമിലിയെ പോലെയുള്ള ആളുകളെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഇനിയായാലും ഒരാൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഞാനത് ചെയ്യും. അവരെ എന്നോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡ് കൊണ്ട് തരികയാണെങ്കിൽ ഞാനത് വാങ്ങിക്കുകയും ചെയ്യും. അതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഞാൻ അപ്പോളജി ലെറ്റർ എഴുതിക്കോളാം എന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ ആ സിൻസിയർ ആയിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് തിരിച്ചൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. HR-ഉമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് മോന് വേണ്ടിയിട്ടാണെന്ന് അവരുടെ ടീമിലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. കീജൂൺ അത് ചോദിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും പിന്നെ വേണ്ടാന്ന് വെക്കും. പോകുന്നതിന് മുമ്പ് പക്ഷേ നേരിട്ട് അവളോട് ചോദിക്കും, എനിക്ക് വേണ്ടിയിട്ടാണോ HR-ഉമായിട്ട് വഴക്കുണ്ടാക്കിയതെന്ന്. അതിപ്പോൾ അറിഞ്ഞിട്ട് എന്തിനാണെന്നാണ് അവൾ ചോദിക്കുന്നത്. എന്തായാലും അയാൾ താങ്ക്സ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടുന്ന് ഇറങ്ങുമ്പോൾ ആ ലേഡിയും അങ്ങോട്ടേക്ക് വരും. ഞാൻ ഇവിടുന്ന് പോയി, പക്ഷേ എനിക്ക് ഇതിൽ നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടി, എന്ത് വിശേഷം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം, കുട്ടികളുടെ കല്യാണം ആവുമ്പോൾ വിളിക്കണം, നന്നായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് രണ്ടുപേരും പിരിയുന്നത്. അവരെല്ലാം അവളെ തെറ്റിദ്ധരിച്ചാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ടീംമേറ്റ്സ് എല്ലാം അവളുടെ അടുത്ത് വന്നിട്ട് ഫയലെല്ലാം അടുക്കി വെച്ച് കൊടുക്കുന്നു, കോഫി കൊണ്ട് കൊടുക്കുന്നു, എയർ ഫ്രഷ്നർ അടിച്ചു കൊടുക്കുന്നു. ആകെ ബഹളമാണ്. അവരുടെ സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ആരും പരസ്പരം ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. കീജും 2-3 ദിവസം കൊണ്ട് ഇതിനെ ഫോളോ ചെയ്യുവാണല്ലോ, അന്നും അത് തന്നെ ചെയ്യും. നമുക്ക് തന്നെ അവൾ അന്നും ആർട്സ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശത്രു ആരാണ് മിത്രം ആരാണെന്ന് ആദ്യം തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ശത്രുക്കളാക്കി മാറ്റാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത്രയും നല്ല മനസ്സുണ്ടായിരുന്ന ടീം ലീഡർ മൂവിന് പോലും ഒരു ഫോട്ടോയുടെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചുറ്റും ശത്രുക്കളാണ്. അപ്പോൾ അവളെ കുടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരോ കംപ്ലൈന്റ് അയച്ചതാണ്, ഞാനെല്ലാം ഇവിടെ കൊണ്ട് നിർത്തണം എന്നൊക്കെ കീജൂൺ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ സ്റ്റുഡൻസ് അങ്ങോട്ടേക്ക് കയറി പോകുന്നതാണ്. അവരുടെ കയ്യിലെല്ലാം സ്കെച്ചിങ് പാഡും പെൻസിലും അങ്ങനെ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഷനറി കാര്യങ്ങൾ മുഴുവനുണ്ട്. പക്ഷെ ഇനയുടെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു എന്ന് അവന് ഓർമ്മ വരും. അപ്പൊ തന്നെ ഇറങ്ങി ചെന്നിട്ട് 2-3 കുട്ടികളുടെ അടുത്ത് ചോദിക്കും, നിങ്ങളിവിടെ ക്ലാസ്സിന് വരുവാണെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം വേണമെന്ന് നിർബന്ധമാണോ എന്ന്. ആണെന്ന് അവർ മറുപടി കൊടുക്കും. അത് കേൾക്കുമ്പോൾ അവന് സംശയമാവും. എന്താണ് സംഭവം എന്ന് അറിയാൻ കീജൂൺ മേളിലേക്ക് ചെല്ലും. ആർട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ന്യൂഡ് മോഡലിംഗ് ചെയ്യുകയാണ് ഇന എന്ന് അവൻ അവിടെ വെച്ച് ഒരു ഞെട്ടലോടെ തിരിച്ചറിയും.